നമസ്കാരം ശ്രീ അജിത്. നികേഷ് കുമാറിന്റെ ആദ്യത്തെ ചാട്ടം പിഴച്ചതായിരുന്നു. ഇപ്പൊ രണ്ടാമത് അദ്ദേഹം ഒരിക്കൽ കൂടെ ഒരു ചാട്ടം ചാടിയിരിക്കുകയാണ്. 28 വർഷത്തെ മാധ്യമപ്രവർത്തനം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം CPM-നൊപ്പം കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് പോയിരിക്കുന്നു. അത് നികേഷിന് നമുക്ക് അറിയാം. നികേഷിന്റെ കുടുംബത്തിൽ തന്നെ നികേഷ് CPM-ന്റെ ആദ്യത്തെ ചാട്ടം എന്ന് പറഞ്ഞല്ലോ. ആദ്യം ചാടിയപ്പോ തന്നെ നികേഷിനെതിരെ നികേഷിന്റെ സഹോദരൻ ഗിരീഷ് അത് പ്രതികരിച്ചിരുന്നു. കാരണം പിണറായി സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തില് നികേഷ് പോയി തലവെക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ശ്രീ പിണറായി വിജയനെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് ഉയർത്തിയ അന്നത്തെ ഒരു റിബല്യസ് പൊളിറ്റിക്സിലേക്ക് CPM-ന്റെ ഒരു റിബല്യസ് പൊളിറ്റിക്സിലേക്ക് ട്രെയിൻ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നത് MVR ആണ്, MV രാഘവനാണ്. എന്നിട്ട് അദ്ദേഹം പുറത്തുപോയി CMP ഉണ്ടാക്കി. MVR ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കണ്ണൂർ പൊളിറ്റിക്സിലെ തെമ്മാടികളുടെ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയത് MVR ആണെന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും? ഞാൻ അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു പത്രഭാഷയിൽ അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിബല്യസ് പൊളിറ്റിക്സ്. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിബല്യസ് പൊളിറ്റിക്സ്. ഇന്ന് കാണുന്ന ഈ ഒരു തരത്തിൽ അണികളെ ഇല്ലാതാക്കിയതിന്റെ പിന്നില് അല്ല, അത് MVR അല്ല. അതിന് MVR അല്ല ഉത്തരം, അത് പിണറായി തന്നെയാണ്. ഇന്നത്തെ പൊളിറ്റിക്സ് കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള CPM-ന്റെ പൊളിറ്റിക്സ് ടൂൾ ചെയ്ത് ഈ രീതിയിൽ പരുവപ്പെടുത്തി നശിപ്പിച്ചത് പിണറായി വിജയൻ എന്നേ ഞാൻ പറയുന്നു. കാരണം MVR-ന്റെ കാലത്തൊക്കെ കുറച്ച് തത്വാധിഷ്ഠിതമായിട്ട് CPM എന്താണ് CPM ഉദ്ദേശിക്കുന്നത്, CPM ജനങ്ങളുടെ മുന്നിൽ പ്രതിദാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നന്മതിന്മകളെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് MVR പാർട്ടിയിലുണ്ടായിരുന്നത്. അപ്പോ അതിനകത്ത് നിന്നുകൊണ്ട് അവിടെ ഉൾപാർട്ടി ജനാധിപത്യം, ഇപ്പൊ പിണറായിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി ജനാധിപത്യം, സ്വയം വിമർശനം, തെറ്റുതിരുത്തൽ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അതൊക്കെ നമ്മുടെ VS അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള റിഫ്റ്റ് ഉണ്ടല്ലോ, അത് തമ്മിലുള്ള തർക്കങ്ങളുടെ കാലഘട്ടം. അപ്പോഴാണ് ഈ പറഞ്ഞ 3 പദങ്ങൾ അതൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി, അതൊക്കെ പറഞ്ഞ് എന്താ പറയാ ക്ലീശയായി, അതൊക്കെ പറഞ്ഞ് പ്രസക്തി നഷ്ടപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പിണറായി ഉണ്ടായിരുന്ന കാലത്ത്, പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് യഥാർത്ഥത്തിൽ അച്യുതാനന്ദനെതിരെ ഇത്തരം കാര്യങ്ങൾ പറയുകയും വിമർശനം അച്യുതാനന്ദനെതിരെ, മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദനെതിരെ പറയുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഉൾപാർട്ടി ജനാധിപത്യമൊന്നും സ്വയം വിമർശനമൊന്നും തെറ്റുതിരുത്തൽ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വെറുതെ ആണെന്ന് ഇപ്പൊ 8 വർഷമായിട്ട് തെളിഞ്ഞില്ലേ? ഇവിടെ എവിടെയാണ് ശരിക്കും MVR-ന്റെ ഒരു ശിഷ്യനായിരുന്നില്ലേ പിണറായി? അതുകൊണ്ടാണ് MVR കൈപിടിച്ചു. പക്ഷെ ഇന്നിപ്പോ പിണറായി അത് സമ്മതിക്കൂ? പിണറായി ആരെയും സമ്മതിക്കില്ല. പിണറായിക്ക് മേളിലും താഴെയും. പിണറായി ഒരു സ്വയംഭൂവാണ്. പിണറായി സ്വയംഭൂ ആണെന്ന് പുള്ളിക്ക് അങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമാണ്. പുള്ളി ഇപ്പൊ പറഞ്ഞില്ലേ, പുള്ളി എല്ലാവരും പേടിക്കുന്നു. പഴയ പിണറായി, പഴയ വിജയൻ, പുതിയ വിജയൻ എന്നൊക്കെയല്ലേ പുള്ളിയുടെ ഭാഷ. അത്തരം ഭാഷകൾ എന്ന് പറയുന്നത് പുള്ളി സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്. എന്നെ എല്ലാവരും ഭയപ്പെടണം. അങ്ങനെ കുറെ ഒരു സ്വാർത്ഥത എന്നല്ല, അത് സ്വയം ഒരു ബിംബവൽക്കരിച്ചിട്ട് അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലേ ഇല്ല. കമ്മ്യൂണിസത്തിലും മാർക്സിസ്റ്റിലും ഇല്ലാത്തൊരു പിണറായിയാണ് ഇപ്പൊ ഈ പേര്. താങ്കളെ പോലെ ഒരു പഴയ SFI-കാരൻ ഞാൻ അന്വേഷിച്ചറിഞ്ഞതാണ് എന്റെ ചില സുഹൃത്തുക്കൾ വഴി. താങ്കളെ പോലൊരു പഴയ SFI-കാരൻ ഇപ്പൊ ഈ കാണുന്ന പിണറായിസം, എനിക്ക് ചോദിക്കാനുള്ളത്, പിണറായി എന്ന് സംസ്ഥാന സെക്രട്ടറി ആയോ അന്ന് മുതൽ കമ്മ്യൂണിസം അല്ല പിണറായിസമാണ് ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. അതെ, അത് എന്റെ പൊളിറ്റിക്സ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 82-87 കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, PG വരെ അവിടെ പഠിച്ച വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തമായ, നേരത്തെ പറഞ്ഞ അക്രമ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അതായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതിന് പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് മാറ്റുക, ആയുർവേദവും പോളിയും സ്വകാര്യവൽക്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ചെയ്തതെല്ലാം വളരെ ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു സമരമായിരുന്നു. പക്ഷെ ഇത്രയും അക്രമാസക്തമായി സർവ്വ യൂണിവേഴ്സിറ്റി കോളേജിൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലുള്ള മാത്രം പിള്ളേരുടെ പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. ഇത്രയും അടികൊള്ള TM ജേക്കബിന്റെ പോലീസ് അല്ലെങ്കിൽ കരുണാകരന്റെ പോലീസിനുമെതിരെ പെന്നും പേപ്പറും കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. എല്ലാവരും മിക്കവാറും മുന്നണിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ, SFI രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് സമരം ചെയ്തിട്ടുള്ള ഓരോരുത്തരും 36 കേസിലെ പ്രതികളായിരുന്നു. അന്നപ്പോ ഞങ്ങൾക്ക് നല്ല നേതൃത്വം ഉണ്ടായിരുന്നു. ഈ ശിവൻകുട്ടി എന്നുണ്ടായിരുന്നു. പക്ഷെ ശിവൻകുട്ടി എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ
ഇങ്ങനെ ഈ അക്രമത്തിന് പ്രേരിപ്പിച്ച് ഇങ്ങനെ കൂടെ ഞങ്ങളുടെ വൈബ് നിലനിർത്താൻ, ഞങ്ങളുടെ ഉച്ചിരി നിലനിർത്താൻ ശിവൻകുട്ടി. പക്ഷെ ഞങ്ങള് സൈദ്ധാന്തികമായിട്ടും ഞങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസുകെട്ടുകളിലൊക്കെ ചെന്ന് പെടുന്നവരെ രക്ഷപ്പെടുത്താൻ ഒരു തോമസ് എബ്രഹാം എന്ന് പറഞ്ഞിട്ടാണ്. തോമസ് എബ്രഹാം എന്ന് പറഞ്ഞ ഒരു സുന്ദരനാണ്. ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ അസാമാന്യമായിട്ട് സംസാരിക്കും. ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകനാണ് അദ്ദേഹം. ഹൈക്കോടതിയുടെ ഈ ബാർ കൗൺസിൽ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. ഇന്നും ഉണ്ട്, നമുക്ക് സൗഹൃദമുള്ള ആളാണ് അദ്ദേഹം. ഇന്നും ഇപ്പോഴത്തെ CPM-ലെ പലരുടെയും കേസുകൾ എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിയുടെ അസംബ്ലിയിലെ അക്രമത്തെ കുറിച്ചുള്ള കേസൊക്കെ പുള്ളിയാണ് നോക്കുന്നത്. അപ്പൊ അവരെ പോലുള്ളവർ ഞങ്ങൾക്ക് ഈ രീതിയിൽ കേസുകളിലൊക്കെ പെടുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഈ പറഞ്ഞപ്പോ പിണറായി ഒന്നും അന്നില്ല. കാരണം ഞങ്ങള് 96-ലാണ് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഒരു പാർട്ടി സെക്രട്ടറി അങ്ങനെ കാണിച്ചിട്ടില്ല. 96-ലാണ് ഇയാൾ സ്റ്റേറ്റ് കമ്മിറ്റി. അപ്പൊ പിന്നെ ഞങ്ങളുടെയൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ള ചിന്ത എന്താണ്? പിണറായി ഉണ്ടാക്കി തന്നെയാണ് അല്ല. ഞങ്ങൾക്കൊന്നും അതൊന്നുമല്ല. ഞങ്ങളന്ന് നായനാരുടെയും എംഎസിന്റെയും പ്രസംഗം കേൾക്കാൻ അന്തം വിട്ടു പോകും. ഇന്ന് പിണറായിയുടെ പ്രസംഗം കേൾക്കാൻ ആർക്ക് പോകണം? പിണറായി ഒന്നും മോൾഡ് ചെയ്തവരല്ല. ക്രൗഡ് പുള്ളറായ ഒരു നേതാവല്ല. അല്ല, ക്രൗഡ് പുള്ളറിന്റെ മാത്രമല്ല. പിണറായി അന്നൊന്നും നമുക്കൊന്നും ആവേശം തരുന്ന ഒരു നേതാവൊന്നും ആയിരുന്നില്ല. അപ്പൊ അന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുകൊണ്ട്. അപ്പോ ചേട്ടാ, നമ്മൾ ചർച്ച വീണ്ടും MV നികേഷിന്റെ വരവ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ, ഇപ്പോ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ, കണ്ണൂർ CPM രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ, നമ്മൾ ചർച്ച ഒന്ന് വഴിമാറി, എന്നാലും അതിലേക്ക് തന്നെ തിരിച്ചു പോകാം. നികേഷ് കുമാർ, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നികേഷ് കുമാർ പാർട്ടി CPM-ലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം ഒരു ചാട്ടം ചാടിയിരുന്നു കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ. എന്നിട്ട് അത് ചാടിയത് കിണറ്റിലായിരുന്നു. കയറാൻ തന്നെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിന്റെ നല്ല മാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചതാണ്, നിങ്ങൾ പോവരുതെന്ന് പറഞ്ഞു. കിണറ്റിലൊക്കെ ഇറങ്ങിയുള്ള ഷോ ഒക്കെ നികേഷിന്റെ ആ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള ഒരു സെൻസിന് ചേർന്നതല്ല എന്ന് വരെ അവൾ പറഞ്ഞു. കയറാൻ പ്രയാസപ്പെട്ടു. ഇറങ്ങിയ ആള് കയറാൻ പ്രയാസപ്പെട്ടു. ഇപ്പൊ അത് എന്തായാലും നമ്മളിപ്പോ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കാറുണ്ടല്ലോ പലപ്പോഴും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റോപ്പൊക്കെ ഇട്ട് പുള്ളി അങ്ങ് രക്ഷപ്പെടുത്തി കരകയറ്റി. അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും റിപ്പോർട്ടർ ചാനലിൽ വന്നു. അത് റിവൈവ് ചെയ്തു. അത് മറ്റാർക്കൊക്കെ വിറ്റു. എനിക്ക് തോന്നുന്നു അതാണ് ഈ മുട്ടൽ മരമുറി കേസിലെ ടീമിൽ ആ മുതലാളിമാർക്കാണ് വിറ്റത്. അപ്പൊ അവിടെ അദ്ദേഹം ഒരു ടോക്ക് ഷോയിലൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ ഇപ്പോൾ പറയുന്നത്. അവരുടെ ആ പാനൽ ഓഫ് ഡിസ്കഷനിൽ തന്നെ പുള്ളി CPM-നെ അനുകൂലിച്ച് തന്നെ പറയുന്നു. നല്ല കാര്യം. പുള്ളിക്ക് അങ്ങനെ ഒരു പാർട്ടി ചായ കൊണ്ട് അതിനെ പുള്ളി അത് പ്രകടിപ്പിച്ചു എന്നുള്ളത്. പക്ഷെ അയാള് ഇപ്പൊ എടുത്ത് ചാടിയിരിക്കുന്ന ഈ CPM, ഇപ്പോഴത്തെ CPM, ഇന്ന് പിണറായി ജീവിച്ചിരിക്കുമ്പോഴുള്ള ഇന്നത്തെ CPM എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വട്ടപൂജ്യം. ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്ന്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊല്ലത്തുനിന്ന്. കൊല്ലത്തെ ജില്ലാ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ തുടർച്ചയായ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ മാത്രം, അത് വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചു. ഒന്ന് AM ആരിഫ് കഴിഞ്ഞ തവണ, ഇത്തവണ K രാധാകൃഷ്ണൻ. ഇവര് ജയിച്ച് വരുമ്പോഴും ഇപ്പൊ എല്ലാവരും ആരാണ് പിണറായിയെ വിമർശിക്കുക? പിണറായി 16-17 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഇങ്ങോട്ട് പാർട്ടിയെ പുള്ളി കയ്യിലെടുത്തു, അപ്രമാദിത്വം എടുത്തു. അത് കഴിഞ്ഞ് പുള്ളി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോ പാർട്ടിയും പുള്ളിയാണ്, സർക്കാരും പുള്ളിയാണ്. ഇതിനകത്ത് പ്രതിപക്ഷ ഘടകകക്ഷികൾക്ക് പോലും ഒരു വോയിസ് ഇല്ല. CPI-ക്ക് പോലും ഇല്ല. ഒന്നിനുമില്ല. CPI തകർത്തത്. കാരണം തൃശ്ശൂർ നഷ്ടപ്പെട്ടപ്പോ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയല്ലേ VS സുനിൽകുമാർ. അയാൾ തോറ്റപ്പോ നഷ്ടമാർക്കാണ്, CPI-ക്കാണ് നഷ്ടം. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിലേക്ക് പോകുമ്പോ ഇതിന്റെ പാർട്ടിയുടെ മൊത്തം പിടി, സർക്കാരിന്റെ മൊത്തം പിടി ശ്രീ പിണറായി വിജയനില്ല. പിണറായി വിജയനിൽ നിന്നുകൊണ്ട് കണ്ണൂരില് K സുധാകരന് തോക്കുമെന്ന് വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ. തെരഞ്ഞെടുപ്പിൽ, അതെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് 2024-ലെ 18ാം പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കണ്ണൂരിൽ ചിലപ്പോ ജയിക്കും, സുധാകരൻ തോക്കുമെന്ന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 3 തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് പിണറായി, EP ജയരാജൻ, MV ഗോവിന്ദൻ. ഈ 3 പേരെയും അനുകൂലിക്കുന്ന അത് വളരെ മൈനോറിറ്റിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ചിട്ട് പറയാം, മൈനോറിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് P ജയരാജന്റെ കൂട്ടത്തിലുള്ള മെജോറിറ്റി. ഇനി ഇതിനെല്ലാം ഈ 2 വിഭാഗങ്ങളെ ഒന്നിച്ചെടുത്താൽ പോലും അതിജീവിക്കാൻ കഴിയുന്ന മാസ് മൊത്തം CPM താല്പര്യമുള്ളവരെല്ലാം CPM-നെതിരാണ്. അതുകൊണ്ടാണ് K സുധാകരൻ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. എന്ന് പറഞ്ഞാൽ പാർട്ടി തകർന്നു എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ഇത് ഈ ശ്രീ അജിത്, നമുക്കിതിൽ ചോദിക്കാനുള്ളത്,
ഈ MP നികേഷിനെ കൊണ്ടുവന്നിരിക്കുന്നത് ആരുടെ ബുദ്ധിയായിരിക്കാം കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക്? പിണറായി ആണോ? അല്ല, അതിപ്പോ ഗ്ലാമർ പോയിരിക്കുന്ന കണ്ണൂർ CPM-ലേക്ക് നികേഷിനെ കൊണ്ടുവന്നതിന്റെ ബുദ്ധി കേന്ദ്രം ഈ പറയുന്ന പിണറായി ആണോ? ഇപ്പൊ 3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഈ 3 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലേക്ക് ആയിരിക്കും MP നികേഷ് പോകാൻ സാധ്യത? MP നികേഷ് പോകുന്നെങ്കിൽ നല്ലത്, ഏറ്റവും നല്ലത് അവിടുത്തെ ജനകീയ പക്ഷെ ഒരിക്കലും താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ P ജയരാജന്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ മൂന്നാമത് പറഞ്ഞതാണ്. അവിടുത്തെ മാസ് എന്ന് പറയുന്ന മാസിലേക്ക് ഒരിക്കലും അദ്ദേഹം പോകില്ല, ഉൾക്കൊള്ളില്ല. 2, P ജയരാജന്റെ പാർട്ടിയിലേക്ക്, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലേക്ക് ഇയാൾക്ക് പ്രവേശനം കിട്ടില്ല. കാരണം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അതല്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഏതാണ്? പിണറായിക്ക് എതിരെ പിണറായിക്ക് അനുകൂലമായുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നികേഷിനുള്ളത്. അപ്പൊ പിന്നെ ഒരിക്കലും അദ്ദേഹം പോകില്ല. ഈ പോകുന്നത് എന്ന് പറയുന്നത് ഒരു മുങ്ങുന്ന കപ്പലാണ്. മുങ്ങുന്നല്ല, ഓൾമോസ്റ്റ് മുങ്ങി തീരാറായ കപ്പലാണ്. പിണറായിയോട് കൂടി ഈ പാർട്ടി ചിലപ്പോ ത്രിപുരയോ ബംഗാളോ പോലെ ആകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ കണ്ട ജില്ലാ കമ്മിറ്റികളെല്ലാം തന്നെയും പിണറായിക്കെതിരെ വന്ന തെറിവിളിയും പിണറായിയെ മാറ്റണമെന്ന് പറഞ്ഞതും എന്തുകൊണ്ടായിരിക്കാം? അതിനെന്തെങ്കിലും ഒരു ഫലം കാണും? അത് വളരെ പെർട്ടിനന്റായ ചോദ്യമാണ്. ഒരിക്കലും ഫലം ഉണ്ടാവില്ല. അല്ല അയ്യപ്പന്റെ ചോദ്യം വളരെ പെർട്ടിനന്റാണ്. അത് ഞങ്ങൾ പോലുള്ള കുറെ പേരെങ്കിലും മാധ്യമപ്രവർത്തകർ കുറച്ച് സാമൂഹിക ബോധവും രാഷ്ട്രീയ ബോധവും ഉള്ളവർ ചിന്തിക്കുന്നതാണ് ഈ വിമർശനം എന്തുകൊണ്ടുണ്ടായെന്ന്. അതെ, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എല്ലാത്തിനും ഉത്തരവാദി. ശരിയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് എല്ലാ ഉത്തരവാദി. അദ്ദേഹമായിരുന്നല്ലോ സ്റ്റാർ ക്യാമ്പയിനർ LDF. തീർച്ചയായിട്ടും. എന്നിട്ട് അദ്ദേഹം ലോക സമ്പന്നന്മാർ ചെയ്യുന്നത് പോലെ ഒരു ഉദ്യമം കഴിഞ്ഞിട്ട് പിക്നിക്കിന് പോയി, കുടുംബസമേതം പോയി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ മറ്റേതിലേക്ക് ചോദ്യത്തിലേക്ക് ഇതുകൂടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്നെ പോലുള്ളവരുടെ തൃപ്തി വരില്ല. ഒരു ലോക സമ്പന്നന്മാരെ ഒരു ഉദ്യമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിക്നിക്ക് പോകാം. അദ്ദേഹം ലോക സമ്പന്നനല്ല എന്ന് എനിക്ക് പറയാനും വയ്യ തൽക്കാലം. അദ്ദേഹം ലോക സമ്പന്നനാണ്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യൂ? അദ്ദേഹം എവരി നവന്തൻ സർക്കാർ ചെലവിലാണെങ്കിൽ സ്വന്തമായ ചെലവിലാണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സമ്പന്നല്ലെങ്കിൽ അങ്ങനെ പോകും. തീർച്ചയായിട്ടും അതിസമ്പന്നനാണ് അയാള്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ? പിണറായി അറിയപ്പെടുന്നത് മലയാളത്തിലെ അതിസമ്പന്നന്മാരുടെ കൂട്ടത്തിലാണ്. ഇടതുപക്ഷക്കാരനായിട്ടല്ലേ, മാർക്സിസ്റ്റുകാരനായിട്ടല്ലേ. ഒരു മാർക്സിസ്റ്റുകാരന് ഈ പറഞ്ഞ മുച്ചൂടും രാജ്യം മൊത്തം ഭരണഘടന വരെ മാറ്റി എഴുതുമെന്ന് പറഞ്ഞിരിക്കുന്ന BJP NDA സഖ്യത്തിനെതിരെ ഒരു പ്രതിപക്ഷ സ്വരം വേണ്ടി. അത് ജീവിച്ചിരിക്കുന്ന ഏക മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അദ്ദേഹത്തിന് മറ്റുള്ളിടത്തും ചെന്ന് അദ്ദേഹത്തിന് ഭാഷയുടെ പ്രശ്നം ഉണ്ടാകും. ചിലപ്പോ ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും മറക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രതിപക്ഷ സാന്നിധ്യം അല്ല. അദ്ദേഹം പോയി മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമല്ലോ എല്ലാ മാധ്യമങ്ങളും. കാരണം എന്താ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാർക്സിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഒന്നാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടും. പക്ഷെ അദ്ദേഹം അതിന് നിന്നില്ലല്ലോ. കാരണം അദ്ദേഹത്തിന് മോഡിയുടെയും അമിത്ഷായുടെയും എതിർപ്പ് നേടാൻ താല്പര്യമില്ല. അതിന്റെ പൊളിറ്റിക്സ് അറിയാലോ, പറയുന്ന അന്തർധാര ഓവർധാരയായിട്ട് അതിന് കടന്ന് നിൽക്കുക. അത് പുള്ളി ചെയ്തതാണ്. അപ്പൊ അതിസമ്പന്നന്മാര് ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരു മാർക്സിസ്റ്റുകാരന് ചേരാത്ത, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത പ്രവൃത്തിയാണ് ഈ കമ്മിറ്റി ചോദ്യം ചെയ്യപ്പെട്ടല്ലോ. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞു കൊണ്ടുവന്നത്. ഞാൻ അത് പറഞ്ഞു കൊണ്ടുവന്നതാണ്. കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള പാർട്ടി. CPM-ൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മെമ്പർഷിപ്പ് ഉള്ളത് കൊല്ലം ജില്ലക്കാരല്ല. അവരെ അക്കമിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാർ കുർലിയോസ് എന്ന് പറയുന്ന മേൽപ്പട്ടക്കാരനെ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് അത് അനുയോജ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം നല്ലത് മാർക്സിസമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. മനസ്സിലായോ? പാർട്ടിയെ അനുകൂലിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ്. അല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താണ്? അദ്ദേഹം ഒരു പുരോഹിതനായതുകൊണ്ട് പൗരോഹിത്യത്തിൽ അദ്ദേഹം പറയുന്ന നന്മകൾ, ഏറ്റവും കൂടുതൽ നന്മകളുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം നന്മകളുള്ള ഒരു പാർട്ടി എന്ന് വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസമാണ്. അതിന്റെ നന്മകൾ, അതിന്റെ വെർച്യൂസ് ആൻഡ് വാല്യൂസ്, അത് ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പിന്നെ അതിന്റെ വിലയും അതിന്റെ നന്മകളും, അത് രണ്ടും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിനോട് ഒരു ആഭിമുഖ്യം. അത് പാർട്ടി മെമ്പറൊന്നും അല്ല, പക്ഷെ അദ്ദേഹം ഇതിനൊരു ആഭിമുഖ്യം. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ വിമർശിച്ചാൽ വിമർശനം ഉൾക്കൊള്ളേണ്ട ഒരു നേതാവായാൽ, അപ്പൊ ഒരു സഹിഷ്ണുത എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ 25 വർഷമായിട്ട് പിണറായി വിജയന് ഇല്ല. സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സംഭവം പിണറായി, അദ്ദേഹത്തിന് എപ്പോഴും എല്ലാവരും വാഴ്ത്തുപാട്ട് പാടിയാൽ എല്ലാവരും കൊള്ളാം, അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ഭാഷ ഉപയോഗിക്കും. അപ്പൊ ഇപ്പൊ വാഴ്ത്തുപാട്ടൊക്കെ പോയിരിക്കുന്നു.
വാഴ്ത്തുപാട്ട് പക്ഷെ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ചേട്ടാ? ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. അപ്പൊ അദ്ദേഹം നമ്മളിപ്പോ ഈ കമ്മിറ്റികളിലൊക്കെ തന്നെ അദ്ദേഹത്തിനെ എതിർത്തു. പക്ഷെ അതില് ഈ കമ്മിറ്റികൾ എതിർത്തു എന്നുള്ളത് ഇതിനകത്ത് വേറെ ഒരു ഒളിച്ചിരിപ്പില്ലേ? അത് ചേട്ടൻ പറയണം. അതാണ് ആ ഒളിച്ചിരിപ്പ് ഞാൻ പറഞ്ഞു തരുന്നില്ലായിരുന്നു. ഈ ഒളിച്ചിരിപ്പ് എന്താണെന്നറിയോ? പിണറായി അതിസമ്പന്നനായി, അതെ, പാർട്ടി സെക്രട്ടറി, പാർട്ടി പ്രവർത്തകനായി, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയായി, പാർട്ടി സെക്രട്ടറിയായി, മുഖ്യമന്ത്രിയായി, അതിസമ്പന്നനായി ആയി. ഇനി അദ്ദേഹത്തിന്റെ കാലശേഷം പാർട്ടി പ്രവർത്തകരും പാർട്ടിയിലെ മറ്റു നേതാക്കന്മാരും എന്തോ പറഞ്ഞ് ജീവിക്കും. അവരുടെ ജീവിതമാർഗം എന്താ? അവരുടെ ജീവിതമാർഗം വഴിമുട്ടി സുഹൃത്തെ. അത് ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ ഇവിടെ ഇനി മാർക്സിസം പാർട്ടി പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അടി കിട്ടും. ഇവരുടെ ജീവിതമാർഗം പോയി. നേതാക്കന്മാരുടെ ജീവിതമാർഗം തീർന്നു. പിണറായിക്ക് ശേഷമുള്ള നേതാക്കന്മാരുടെ ജീവിതമാർഗം വഴിമുട്ടി. ഇനി അവർക്ക് ഈ പാർട്ടി എന്നല്ലാതെ വേറെ എന്ത് പറഞ്ഞ് ജീവിക്കും? ഇത് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് അവർ പ്രമേയം പാസ്സാക്കുന്നത് ജില്ലാ കമ്മിറ്റികൾ കൂടിയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ നാളെ വരും, പിണറായി ചത്തുപോകും, പിണറായി കാലം കഴിയും, അപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം നന്നായിട്ട് ജീവിക്കും. ഞങ്ങൾക്ക് എന്താ പറഞ്ഞ് ജീവിക്കാം? ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അധികാരം വേണ്ടേ? ഞങ്ങൾക്ക് സ്വാധീനം വേണ്ടേ? CPM ഒരു അവസാന വാക്കായി തീരുകയാണോ പിണറായി? അവസാന വാക്ക് അല്ല, ഈ പ്രസ്ഥാനത്തിന്റെ അന്തകനായി മാറിയിരിക്കുകയാണ് CPM. ഇപ്പൊ ഇത് ചിന്തിക്കുന്നത് വൈകിയ വേളയിലാണ് CPM ശരിക്കും. അല്ല, അത് നിവൃത്തിയുടെ കൊണ്ടാണ്. അത് പിണറായിക്ക് മനസ്സിലായി. പിണറായി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എല്ലാ ജില്ലാ സെക്രട്ടറിമാരും എല്ലാ ജില്ലാ കമ്മിറ്റിമാരും എല്ലാ ജില്ലാ കമ്മിറ്റിയിലും അത് പ്രതികരിച്ചപ്പോൾ ഇദ്ദേഹം ഇതുവരെ അദ്ദേഹം ഒരു ഭംഗ്യന്തരണ പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കൊല്ലം ജില്ലയുടെ കാര്യം എടുക്കൂ. മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വളരെ നിശബ്ദനായി കേട്ടോണ്ടിരുന്നു. ഇല്ല അദ്ദേഹം പറഞ്ഞത് വളരെ നല്ല വിമർശനം ആയിരുന്നു എന്നാണ് അദ്ദേഹം. വളരെ നല്ല ഉചിതമായ വിമർശനം നടത്തി. ഇത് ആരെ തൃപ്തിപ്പെടുത്താനോ? പിണറായി ഇഷ്ടപ്പെടുത്താനാണോ? അതോ ഈ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി തകർന്നു, ഇനി ഞങ്ങളുടെ ജീവിതമാർഗം വഴിമുട്ടി എന്ന് പറഞ്ഞ് കരയുന്ന ആണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, മറ്റു കുട്ടി നേതാക്കളെ. അത് സംഭവം വളരെ ഐറോണിക്കലാണ്. അത് വളരെ അവകാശം, വളരെ എന്താ പറയുക, അതൊരു അപകടകരമായ ഒരു സൂചനയില്ല നടക്കുന്നത്. MA ബേബി എന്ന് പറയുന്ന ആള് ഇത്രയും വലിയ മുതിർന്ന നേതാവ്, അയാൾക്ക് ഇതാണ് പോളിറ്റ് ബ്യൂറോ സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ. വല്ലതും പറയാനുണ്ടോ? കൂടുതൽ എന്താ പറയാനുള്ളത്? അവരെ എതിർക്കാൻ പറ്റില്ല. അവർ പച്ചക്കല്ലേ പറഞ്ഞു, അക്കമിട്ടല്ലേ പറഞ്ഞത്. കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ CPIയുടെ കാര്യം നോക്കൂ. CPI തകർന്നില്ലേ? CPIയിൽ ഇപ്പോ CPIയുടെ കോട്ടയവും കൊല്ലവും ജില്ലാ കമ്മിറ്റികളിൽ എന്താ പറഞ്ഞ? തൃശ്ശൂരും ഒക്കെ മുന്നണി വിടാന്ന്. നമുക്ക് മുന്നണി വിടാം. ഈ വലിയേട്ടന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് നാളെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. നമുക്ക് മുന്നണി വിടാം. പണ്ട് AK ആന്റണിയുടെ കൂടെ അവരൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ഉചിതമെന്ന് തോന്നുന്നു. അതുകൂടാതെ അസംബ്ലി ഇതിനകത്ത് ക്യാബിനറ്റിൽ ഒരു അക്ഷരവും വേണ്ടുന്നില്ല. P പ്രസാദും ഈ പറഞ്ഞ നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽ GR അനിൽ, റവന്യൂ മന്ത്രി രാജൻ ഒന്നും വിടുന്നില്ല. ആരും ഒന്നും വിടുന്നില്ല. വളരെ നിശബ്ദരാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ? നിങ്ങൾ കഴിവട്ടെ. നിങ്ങൾ സഭയിൽ പോലും ഇന്നലെ അനിൽ സംസാരിച്ചപ്പോ സപ്ലൈകോയുടെ ദുരവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ സർക്കാർ കൂടി ഒന്ന് കൈയഴിച്ച് സഹായിച്ചാൽ. സർക്കാർ ആരാണ്? അവര് തന്നെയല്ലേ. അവർക്കൊന്നും ആ സ്വാതന്ത്ര്യമൊന്നും ഇല്ലതേ. ഈ ചന്ദ്രശേഖരൻ നായരെന്ന് അദ്ദേഹമാണ് സിവിൽ സപ്ലൈസ്. അദ്ദേഹമല്ലേ ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്ക്, ഏത് ക്ലാസ്സിലുള്ള മനുഷ്യനും ചെന്ന് സിവിൽ സപ്ലൈസിൽ ചെന്ന് ന്യായവില സംവിധാനം ഉണ്ടാക്കിയത്. അദ്ദേഹത്തെ പോലുള്ളവർ നമ്മൾ ഓർക്കുകയല്ലേ ഇപ്പോഴും. തീർച്ചയായിട്ടും നമ്മൾ. അപ്പൊ ചേട്ടാ, നമുക്ക് ഈ ചർച്ച നമുക്ക് അവസാനത്തിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് CPMന്റെ ഒരു തകർന്ന അവസ്ഥയിലെ MV നികേഷിന്റെ വരവ് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആണോ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഗുണമാകുമോ എന്ന് ഒരു ക്ലോസ് പറയാം. ഒറ്റ മെസ്സേജ് മാത്രമേ ഉള്ളൂ. നികേഷ് കുമാർ പണ്ട് അദ്ദേഹത്തിന്റെ അപ്പൻ MV രാഘവൻ ഇരുന്ന പാർട്ടിയുടെ ഒരു സ്വന്തം അച്ഛനെ ഈ പാർട്ടി പീഡിപ്പിച്ചതൊക്കെ അദ്ദേഹം മറന്നുപോയി. അല്ല, ആ തകർന്ന അദ്ദേഹം അങ്ങനെ നല്ലൊരു നേതാവായിരുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ MVR തന്റെ പിതാവിനെ തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം നേട്ടങ്ങൾക്കായി, സ്വന്തം താല്പര്യം, അപ്പന്റെ കാലം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ മാർക്സിസ്റ്റുകാരനായിട്ട് ജീവിക്കാൻ പോയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സമയം വളരെ അൺടൈംലി ആയിട്ട്, വളരെ ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ, തകർന്ന തരിപ്പണായ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. പിന്നെ അദ്ദേഹം നമുക്കറിയാമല്ലോ, ചാനലിലൊക്കെ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണ്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു മന്ത്രി, നികേഷ് കുമാർ മന്ത്രി
എന്ന് പറയാൻ കഴിയുമോ? പറ്റുമോ? ഇല്ല, ഞാൻ അതിലൊന്നും പറയും. നമുക്ക് അങ്ങനെയുള്ള സൗഹൃദം കൂടി ഇന്നുവരെ വ്യക്തിപരമായിട്ട് പറയാൻ 35 വർഷമാകുന്നു മാധ്യമപ്രവർത്തനമായിട്ട്. 24ാം വർഷത്തിലാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഇപ്പോഴത്തെ വാട്ടർ അതോറിറ്റി മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ, കോവൂർ കുഞ്ഞുമോൻ, പിന്നെ നമ്മുടെ MP AM ആരിഫ്, ഇവരെല്ലാം ഒന്നിച്ചു വന്നവരാ. ഇവരെല്ലാം ഒന്നിച്ചു അവരെ അന്ന് മുതലേ എനിക്കറിയാം. എന്ന് പറഞ്ഞ് ഇവരുടെ ആരെടുത്ത് പോകുന്ന ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യം അയ്യപ്പനെ വീണ ജോർജ് മന്ത്രിയാണല്ലോ, പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല, നമ്മളാരും പോയിട്ടില്ല. വേറെ എന്തായാലും ചേട്ടാ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും, അതെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആശംസ അദ്ദേഹത്തിന് നേരാം. അദ്ദേഹത്തിന് നല്ലൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകുന്നതിൽ നമുക്ക് സന്തോഷമാണ്. നമ്മളെ മുഖത്ത് നോക്കി അറിയുന്ന ഒരാള് മന്ത്രിയും എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ എത്തുന്ന ആദ്യം അദ്ദേഹം MLA ആകട്ടെ. SSLC പാസ്സായാലേ PGക്ക് പോകാൻ പറ്റുള്ളൂ. MLA ആയില്ലെങ്കിൽ എന്താ എത്രയോ പേര് ഇപ്പൊ ആദ്യം അദ്ദേഹം 10ാം തരം പാസ്സാവും എന്ന് കരുതാം. രാഷ്ട്രീയത്തിലെ 10ാം തരം. P രാജീവും KN ബാലഗോപാലും ഒക്കെ MP മാരല്ലേ, രാജ്യസഭ അദ്ദേഹത്തിന് അങ്ങനെയാണ് അല്ലെ? രാഷ്ട്രീയത്തിലെ ആദ്യത്തെ പടി തന്നെ ഒരു MLA അദ്ദേഹം കിണറ്റിൽ ചാടിയെന്ന് അതല്ല. അദ്ദേഹം ചിലപ്പോ MP ആകട്ടെ. അദ്ദേഹത്തിന് പിണറായിക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും സ്നേഹവും അദ്ദേഹത്തിന്റെ അപ്പനോട് കാണിച്ചതിലുള്ള എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദ്യം പിണറായി അദ്ദേഹം ഒരു MP ആക്കട്ടെ. ഞാൻ പറഞ്ഞത് നികേഷിന്റെ പിതാവിനോട് കാണിച്ച ക്രൂരതയ്ക്ക് ഒരു പരിഹാര മാർഗവും നികേഷിനോട് ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കണമെന്ന് താല്പര്യം കാണിക്കുന്ന നികേഷിനോട് ഒരു സ്നേഹവും കാണിക്കാൻ അദ്ദേഹത്തെ MP ആക്കട്ടെ, രാജ്യസഭ.